എന്റെ പൊന്നോ, ഈ വീടൊക്കെ കണ്ടോ? എന്റെ ദൈവമേ, കണ്ട് ഈ വീട് പകുതിയോളം വെള്ളമാണ്. ഇതുകൊണ്ട് ഈ വീടിന്റെ അവസ്ഥയൊക്കെ കണ്ടോ? ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പുൽപ്പള്ളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ വെള്ളം പൊങ്ങി, അവിടെ ചെന്നിട്ട് ബാക്കി. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇവിടെയൊക്കെ വെള്ളം കയറി കേട്ടോ. ഇതിനപ്പുറം കണ്ടോ? അപ്പൊ അവിടെ നിന്നുള്ള വെള്ളം കയറിയതായത് നല്ല രസമില്ല. പുൽപ്പള്ളിയിൽ ശ്രീനാരായണ സ്കൂളിന്റെ തൊട്ട് താഴെയുള്ള വഴി, ഇവിടെ ഫുള്ള് നടക്കാനുള്ള ഭാഗം ഫുള്ള് പുല്ല് കയറി നിൽക്കുക. വഴി ഇത്രേ ഉള്ളൂ. ഇതുണ്ടോ? ഇതൊന്നും ഇവിടുത്തെ MLA ഒന്നും കാണുന്നില്ലേ? നമ്മുടെ രണ്ടുമൂന്ന് സാറേ, ഇതൊക്കെ ഒന്ന് കണ്ടോണേ. പുതുപ്പള്ളിയിലെ വില്ലേജ് ഓഫീസ്. നടന്ന് 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 നമ്മൾ അങ്ങനെ നടന്ന് 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 നമ്മൾ പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്വന്തം പുതുപ്പള്ളി. അങ്ങനെ നമ്മൾ പുതുപ്പള്ളി വന്നിരിക്കുകയാണ് ഗൈസ്. പുതുപ്പള്ളി മൊത്തം വെള്ളം പൊങ്ങി കേട്ടോ. നോക്കിയേ, പുതുപ്പള്ളിയുടെ അകത്ത് ഫുള്ള്, പള്ളിയുടെ അകത്തോട്ട് കയറുന്ന വഴി ഫുള്ള് വെള്ളം കയറിയത്. നോക്കിയ ഗൈസ്, ഇവിടെ ഫുള്ള് വെള്ളം കയറിയേക്കും കേട്ടോ. ഒരു 2 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തതാണ്, ഫോട്ടോ ഒക്കെ കുറേ എടുത്താണ്. അടിപൊളിയാണ്. വണ്ടിയൊക്കെ പോകുന്നുണ്ടോ? ഫുള്ള് വെള്ളമാണ്. ഞാൻ അപ്പുറത്തെ സൈഡ് നടക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ അകത്തും കൂടെ വെള്ളമാവും. ഒരു ബസ് വരുന്നുണ്ട്, അതിന് ഇപ്പുറം ക്രോസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ അകത്ത് ഫുള്ള് വെള്ളമാവും. നോക്കി എന്തായാലും വെള്ളമാണ്. അവൻ കാറ് വെള്ളം നിറപ്പിച്ചാൽ എൻ്റെ വണ്ടിയുടെ ചില്ല് പൊട്ടിക്കും കേട്ടോ. ഞാൻ പൊട്ടി വെള്ളം തെറിക്കും. അടിപൊളി. ഇവിടെ വന്നപ്പോൾ നല്ല മഴ പെയ്തു, വന്നവരെല്ലാം പോകുന്നു. അവിടെ കുറേ പേരുണ്ട്. ഏതാ വൈബ്! ഇത് അവിടെ അമ്മ എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ, അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുക.
വീടാ മുങ്ങിയില്ലോ. എനിക്ക് അറിയത്തില്ല. അതന്നെ ഞാൻ കേൾക്കില്ല. നല്ല രസമാണ് കേട്ടോ ഇവിടെ. ഇവിടെ കുറെ പേര് വന്ന് ചാടുന്നുണ്ട്. ചാടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല അടി ഒഴുക്കൊക്കെ ഉള്ളതാണ്. മാക്സിമം വന്ന് എൻജോയ് ചെയ്തിട്ട് പോവുക. പിന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഇവിടെ. നല്ല രസമാട്ടോ ഇവിടെ. കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷെ അവിടെ പൊങ്ങിയ അത്രയും വെള്ളമൊന്നും ഇവിടെ പൊങ്ങിയിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ട്. പക്ഷേ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായി കാണും. അവരുടെ വീട്ടിലോട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. അത് ഓർക്കുമ്പോൾ വലിയ രസമൊന്നുമില്ല. അവരുടെ കഷ്ടപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കണമല്ലോ. ഓ, ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട്. പിന്നെ ദൈവം, എൻ്റെ ഈ വീട് പകുതിയോളം വെള്ളം പൊങ്ങി. ഇതുകൊണ്ട് ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടോ. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറി. വീടിൻ്റെ അകത്ത് വരെ വെള്ളമാണ്. കണ്ടോ കോഴി നിൽക്കുന്ന കണ്ടോ. ഈ വീടൊക്കെ പകുതിയോളം മുങ്ങി കേട്ടോ. ഫുള്ള് വെള്ളം. വീട്ടിലെ അപ്പച്ചനോട് സംസാരിച്ചു. അപ്പം ആവശ്യം പറഞ്ഞ് അവർ കട്ടിലൊക്കെ എടുത്ത് പൊക്കി വെച്ചേക്കുവാണ്. ഞാൻ ചോദിച്ചു വൈകിട്ട് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം തന്നെ പുള്ളി പറഞ്ഞ് കട്ടിലെടുത്ത് പൊക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് അങ്ങനെയാണ് കിടക്കുന്നത് അവർ. എന്നാ അവസ്ഥയല്ലേ. നമ്മളൊക്കെ ഒരു ഭാഗ്യം ചെയ്യുന്നവരാണ്. നമുക്ക് ഈ ഒരു അവസ്ഥയൊന്നും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. നമ്മളെ പിന്നെ അവിടെയൊന്നും വെള്ളം കയറത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവരുടെ കാര്യം ഇച്ചിരി കഷ്ടമാണ്. ആട്ടുമാമ പണി ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. 10-12 ആട്. അവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഈ വീടും മുങ്ങി. രാവിലെ തന്നെ വേണോ? നല്ല രസമുണ്ട് കേട്ടോ അവനെ കാണാൻ. അവരെ കണ്ണ് കണ്ടോ, നീലക്കണ്ണ്. വീടൊക്കെ കണ്ടോ, ഫുള്ള് മുങ്ങി. ഇവിടെ ഗോമാത നിൽപ്പുണ്ട്.
ഏത് പശുവാണ്? ഹലോ, തന്നെ മാത്രം പുറത്ത് കെട്ടിയേക്കുന്നേ. ഒരാൾ മാത്രം പുറത്ത്, ബാക്കി എല്ലാവരും കൂടിനകത്ത. പോടിച്ചു. ഓ, അപ്പം എൻ്റെ ജോലി ഈ ഏജൻസി എടുത്ത് ചെയ്യുക. ഓ, മറ്റെല്ലാം വിദേശത്തോട്ടൊക്കെ പോയി നേഴ്സിംഗ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് അവരൊക്കെ പൈസ ഉള്ളവരായോണ്ട് അവര് മുമ്പോട്ട് പഠിച്ച് നമുക്ക് ഈ ചെറിയ ജോലി കൊണ്ട് മതി. ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ സന്തോഷിക്കാൻ നോക്കാം. അപ്പം പറഞ്ഞു നിൽക്കാൻ നല്ലൊരു ജോലിയുണ്ട്. അടുത്തിടയ്ക്കായി ജോലിയായി നമുക്ക് ഒരുപാടുണ്ട്. മതി, അത് ഞങ്ങളുടെ അടുത്തിടയ്ക്കുള്ള ആഹാരത്തിനുള്ളത് പോരെ. അത് മതി, അത് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി. ജോലി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സങ്കടമില്ല. എന്ത് സങ്കടപ്പെടുന്നു? ഈ അടുത്തിടയ്ക്ക് ഞങ്ങളുടെ വീട്ടുകാർ തന്നെ അറിയുന്നു എനിക്ക് ജോലി ഉണ്ടെന്ന്. അതുകൊണ്ട് രഹസ്യമായിട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. ഒരാൾ വഴി എനിക്ക് വേറെ നമ്മുടെ ഒരു സുഹൃത്ത് വഴിയാണ് ഈ ജോലി റെഡിയാക്കി തന്നത്. അപ്പം അവിടെ പറഞ്ഞു ഈ രഹസ്യമായിട്ട് വെച്ചാൽ മതി, കാരണം ജോലി ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. ജോലി ഇത് പെട്ടെന്ന് പറഞ്ഞു അത്ര ഇടുന്നതുകൊണ്ട് ഇത് ഞങ്ങളുടെ മേഖല എന്ന് പറഞ്ഞാൽ ഭയങ്കര രഹസ്യങ്ങളാണ്. ഒരുപാട് രഹസ്യങ്ങളുള്ളൊരു മേഖലയാണ് പത്ര മേഖല എന്ന് പറയുന്നത്. ഞാനും പണ്ട് കുറെ നാൾ പത്രമൊക്കെ കേട്ട് നടന്ന ഇത് ഏജൻസി എടുത്ത് ചെയ്യുക. അപ്പൊ അറിയാമല്ലോ കാര്യങ്ങൾ. ശരി. ആദ്യം വെള്ളം വന്നില്ല. എന്റെ പൊന്നോ, ഈ വീടൊക്കെ കണ്ടോ? ഇല്ല, നശമായി ഫുള്ള്. ഞാൻ ഒരവസ്ഥയായിക്കല്ലേ ഈ വീട്ടിലൊക്കെ. ഉടുപ്പണ്ടി ഞാനും പോയിക്കോ. നമ്മൾ ഇതിന് കുറച്ചുകൂടെ താണാ പോകും അതിലോട്ട്. ആ കരക്ക് താഴെക്കൂടെ അല്ലേ? അത് ആ റോഡ് എനിക്കറിയാം. നമ്മൾ വേറൊരു വഴി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബൺ റോഡാണ്, ബൺ റോഡ്.
ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് അപ്പം ഇപ്പം ഉണ്ട്. വണ്ടിയൊന്നും ഇങ്ങോട്ട് കടത്തി വിടത്തില്ല. വീടൊക്കെ മുങ്ങി ആളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആരേലും വളർത്തുന്ന പട്ടി വല്ല ആയി. വീട്ടുകാരെല്ലാം മാറി താമസിച്ചപ്പോൾ തന്നെ അനാഥമായി. ഒക്കെയാണെങ്കിൽ അപ്പുറത്തെ കണ്ടത്തിലെ വെള്ളം ഫുള്ള് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. പായലും കുറേ കയറിയിട്ടുണ്ട്. പായലും വെള്ളം എല്ലാം കൂടെ കയറി നിറഞ്ഞിരിക്കുക ഫുള്ള് പായലും. ഇവിടെ അപ്പം വെള്ളമില്ല കേട്ടോ. അവിടെയാണ് വെള്ളം കൂടുതൽ. പിന്നെ വണ്ടിയൊന്നും കടത്തി വിടത്തില്ല. സ്റ്റാമ്പൊന്നും വന്നിരുന്നു മതിയാകും ദൈവമേ. നേരെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ നടക്കും. വേറെ ആരും ഇതിലൊന്നും വരല്ലേ. ഞാനൊരു അബദ്ധം പറ്റിയത് എനിക്ക്. ഇവിടുത്തെ വെള്ളമുണ്ട് കേട്ടോ. ഞാൻ ഈ ലൈൻ ലക്ഷ്യം വെച്ചാണ് ഞാൻ കിടക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാട്ടോ. ഇവിടെ പുതുപ്പള്ളിയെക്കാട്ടും കൂടുതൽ വെള്ളമുണ്ട്. ഒഴിച്ചേട്ടൻ വെള്ളമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്.